Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മാംഗോ പൾപ്പ് ജ്യൂസ് ആണ്. ഇപ്പോൾ പഴുത്ത മാങ്ങയുടെ ഒക്കെ സീസൺ ആണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. മാംഗോ പൾപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ മാങ്ങയാണ്, ഈ വലിപ്പമുള്ള മാങ്ങ. അതുപോലെ തന്നെ ഒരു പച്ചമാങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പഞ്ചസാര, കുറച്ച് വെള്ളം, ഐസ് ക്യൂബ്സ്. ആദ്യമേ ഈ മാങ്ങയുടെ തൊലി ഒന്ന് ചെത്തിയെടുക്കണം. ഇതുപോലെ ഇങ്ങനെ തൊലി ചെത്തിക്കളയാ. ഇത് ഞാൻ കഴുകി വെച്ചിരുന്ന മാങ്ങ കേട്ടോ. കഴുകിയതിന് ശേഷമാണ് തൊലി എത്തിക്കളയണേ. ഇത് കണക്കെ തൊലി എത്തിയെടുക്കാം. ഇത് കണക്കെ ഈ പഴുത്ത മാങ്ങയുടെ തൊലിയും ചെത്തിക്കളയണം. ഇതുപോലെ ചെത്തിയെടുക്കാം. അപ്പം മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യമേ പച്ചമാങ്ങ മുറിക്കുന്നതിന് ഇതണക്കെ ചെറിയ ചെറിയ പീസായിട്ട് മുറിക്കാം. അപ്പം നമ്മൾ ഇങ്ങനത്തെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലൊരു പച്ചമാങ്ങയും കൂടെ വേണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഒരു നല്ല പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. ഞാനിത് ചെറിയ പീസായിട്ട് മുറിക്കണേ. ഇത് കണക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഈ പഴുത്ത മാങ്ങയും അത് കണക്ക് തന്നെ മുറിച്ചെടുക്കാം. മാങ്ങ ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമാങ്ങ മാത്രം കുഞ്ഞിതായിട്ടാണ് അരിഞ്ഞേക്കണം. വലിയ പഴുത്ത മാങ്ങ അത്രയും ചെറുതാക്കിയിട്ടില്ല. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു ചരുവത്തിലേക്ക് മാറ്റുന്നതാണിത്. നമുക്കിത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കണതാണ്. അപ്പോൾ ഞാൻ ആ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് ആ പഴുത്ത മാങ്ങ വേകാനൊന്നും ഉണ്ടാവത്തില്ല. പച്ചമാങ്ങ ഒന്ന് വെന്ത് കിട്ടണം, അതുവരെ ഇത് വേകണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായി നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പച്ചമാങ്ങയാണ് ചെക്ക് ചെയ്യേണ്ടത്. പഴുത്ത മാങ്ങ എന്തായാലും പെട്ടെന്ന് വേകുമല്ലോ. അപ്പോൾ പച്ചമാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിൽ പച്ചമാങ്ങയും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ മധുരമൊക്കെ ചേർക്കുമ്പോൾ മാങ്ങയ്ക്ക് എങ്ങനെ മധുരം ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ചാണ് ചേർക്കേണ്ടത്. നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കേണ്ടി വരത്തില്ല. നമുക്ക് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ 1/2 കപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് മതിയോ എന്ന് നോക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ മധുരത്തിൻ്റെ കണക്ക് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ആ മാങ്ങയുടെ മധുരം അനുസരിച്ചായിരിക്കും നമ്മൾ ആ ജ്യൂസ് അടിക്കുമ്പോഴുള്ള മധുരം വരുന്നത്. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം. ഇനി ചൂടുവെള്ളത്തിലേക്കല്ലേ, നല്ല തിളച്ചെടുക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടേക്കുന്നതുകൊണ്ട് പഞ്ചസാര പെട്ടെന്ന് തന്നെ അലിയും. അപ്പോൾ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ആറണം. അപ്പോൾ ഇതൊന്ന് ആറട്ടെ. ഇപ്പോൾ ഈ മാങ്ങയുടെ ചൂട് നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ചിലത് മാംഗോയുടെ പഴുപ്പല്ലേ, അപ്പോൾ നല്ല ഭയങ്കര കട്ടയായിരിക്കട്ടെ ഇത്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് വേണം ഇത് ഡൈല്യൂട്ട് ചെയ്തെടുക്കാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്.
ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റണേ. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇത് നമുക്ക് എത്ര വെള്ളം ലൂസ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിൻ്റെ അകത്ത്. ഇപ്പം ഞാനിതിലേക്ക് 1 ലിറ്റർ വെള്ളമാണ് ചേർത്തേക്കുന്നത്. നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിൽ മധുരം കുറച്ച് കുറവുണ്ട്. അപ്പം ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കണേണ്. ഇനി ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ടോട്ടൽ 3/4 കപ്പ് പഞ്ചസാര ആട്ടോ ചേർത്തേക്കണത്. ആദ്യം നമ്മൾ വേവിച്ചപ്പോൾ അതിൻ്റെ അകത്ത് 1/2 കപ്പ് ചേർത്തു. ഇപ്പം മധുരം കുറവായതുകൊണ്ട് ഞാൻ 3/4 കൂടി ചേർത്തു. അപ്പോൾ ഇത് മാങ്ങയുടെ മധുരം പോലെ ഇരിക്കും. ഇപ്പം ഈ മാങ്ങയ്ക്ക് അധികം മധുരം ഇല്ലാഞ്ഞുകൊണ്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തില്ലേ, അതുകൊണ്ടാണ്. ഞാൻ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുക. അതിന് ശേഷം വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റണേന്. ഇപ്പോൾ ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ അതൊന്ന് സെറ്റായതിപ്പോൾ. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ജാറിലേക്ക് മാറ്റാം. ഒന്നും കൂടെ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഞാൻ സെർവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഗ്ലാസ്സിലും ഞാൻ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാംഗോ പൾപ്പ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. തിക്കായിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ നമ്മുടെ മാംഗോ പൾപ്പ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ഫ്രൂട്ടി, മാസ അങ്ങനെയുള്ള ജ്യൂസുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ കടയിലൊന്നും പോയി മേടിക്കണ്ട. അപ്പോൾ നമുക്കിപ്പം മാങ്ങയുടെ ഇപ്പോൾ സീസണാണ്. ഇപ്പം നമുക്ക് പഴുത്ത മാങ്ങയുടെ സീസണാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ചൂട് കാലത്തൊക്കെ നമുക്കിത് കുടിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.